ഇൻ ക്രൈസ്റ്റ് എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. This morning I want to talk from a passage that's familiar with you with the topic abiding in Christ. ഈ അബൈഡിങ് അല്ലെങ്കിൽ ദൈവവുമായിട്ട് നമ്മുടെ കർത്താവുമായിട്ട് വസിക്കുന്ന ഒരു അവസ്ഥയാണ് എല്ലാ ദൈവമക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. God desires that every child dwells with him. ഈ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാകുക അല്ലെങ്കിൽ ദൈവമക്കളാകുക എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച മാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം ദൈവത്തിന് ഉപകാരം ചെയ്യുന്നത് പോലെ വന്നിരിക്കുകയല്ല. നാം ആത്മാർത്ഥമായി ആഴ്ചയുടെ എല്ലാ ദിവസവും കർത്താവിനോടൊപ്പം വസിക്കുക എന്നുള്ളതാണ്. What it's not is that we come here as though we're doing a favor for him, but every day through the week that we are sincere to him. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ വസിക്കുക എന്നുള്ളതാണ് കർത്താവുമായി വസിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. What that means is to dwell with that intimacy with him. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് തന്നെ ഹല്ലേലൂയ പാപികളായിരുന്ന നമ്മെ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയവരെ മടക്കി കൊണ്ടുവന്ന് അവരെ ഒന്ന് റിസ്റ്റോർ ചെയ്യുവാൻ, അവരെ ഒന്ന് ഉദ്ധരിക്കുവാൻ തക്കവണ്ണമാണ് നമ്മുടെ കർത്താവ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. We will understand this. The very purpose of Jesus coming on the earth is to restore those who distance from him. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, നമ്മൾ വായിച്ച വേദഭാഗത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? ഹല്ലേലൂയ, അവിടെ വായിച്ചത് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കുമെന്നുള്ളതാണ്. And what we read is this: I am the vine, you are the branches. If a man remains in me and I in him, he will bear much fruit. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യ അതിൻ്റെതായ പരിമിതികളുണ്ട്. What that means is for you and me, we have limitations. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് നമ്മൾ തന്നെ ആത്മീയമായി വളരുവാൻ തക്കവണ്ണമുള്ളതായ സാധ്യത ഒട്ടുമേയില്ല. What that means is we cannot grow in spirituality on our own. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ വളർന്ന് ആത്മീയമായി നമുക്ക് പുരോഗതി പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയുകയില്ല. എന്ന് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ആഴക്കടലിലായിരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് നമ്മെ തന്നെ രക്ഷിക്കുവാൻ തക്കവണ്ണം കഴിയില്ല. And we cannot grow just as well when we are in deep seas. We cannot save ourselves. അപ്പോൾ അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ നാം ആയിരുന്നപ്പോഴാണ് സ്വർഗത്തിൻ്റെതായ മഹിമ വിട്ട് താണഭൂമിയിലേക്ക് മനുഷ്യവേഷം ധരിച്ച് നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത്. At that time, God, Jesus, he left the heavenly majesty, came down to the earth as a human to be with us. കർത്താവ് ഈ ലോകത്തിൽ അതായത് വസിച്ചതായ സമയത്ത് അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷ വേളകളിലൊക്കെയും വളരെ ആഴത്തിൽ ആ കാര്യം ശിഷ്യന്മാരെയും കടന്നു വന്നതായ പുരുഷാരത്തോടും വളരെ ക്ലിയർ ആയിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. And while Jesus was ministering on the earth, he taught in depth to his disciples and the crowds the same thing. നമ്മൾ പാർക്കുന്നത്, ഞാനും നിങ്ങളും പാർക്കുന്നത് ഹല്ലേലൂയ ദുഷ്ടന്റെ അധീനതയിലായിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഇപ്പോൾ. You and I, we dwell in a world that is under the authority of the evil one. ഞാൻ പ്രത്യേകം പറഞ്ഞത് ഇപ്പോൾ ദുഷ്ടന്റെ അധീനതയിൽ, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലായിരിക്കുന്നു എന്ന് നമുക്കറിയാം. What we learn is that all the earth is under the power of the evil one. ഈ ദുഷ്ടലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഒരു വിക്ടോറിയസ്, ഒരു വിജയപ്രദമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തന്നെ അത് നയിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. And in this world we cannot on our own lead a victorious Christian life. നമ്മുടെ സ്വന്തമായ ശക്തിയോ നമ്മുടെ സ്വന്തമായ പ്രവണതകളോ നമ്മുടെ ഇൻഫ്ലുവൻസുകളോ ഒന്നും തന്നെ നമുക്ക് നമ്മൾ തന്നെ ആത്മീയമായ വളർച്ച പ്രാപിക്കുവാൻ തക്കവണ്ണം ഒട്ടുമേ ഉതകുകയില്ല. Our power, our influence cannot help us grow in this Christian life. അപ്പോൾ അതിനോട് അനുബന്ധിച്ചാണ് നമ്മുടെ കർത്താവ് ഇവിടെ പറയുന്നത്, ഞാൻ ആണ് മുന്തിരിവള്ളി, സാക്ഷാൽ ഹല്ലേലൂയ ആ മുന്തിരിവള്ളിയോട്
ക്രിസ്തുവിനോട് ചേർന്ന് നാം അതായത് ഇരിക്കാത്തിടത്തോളം കാലം നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കുവാനോ ദൈവം അതായത് പ്രതീക്ഷിക്കുന്നതായ തലത്തിൽ നമ്മുടെ ജീവിതത്തെ റിസ്റ്റോർ ചെയ്യുവാനോ കഴിയില്ല. And therefore, unless we remain in the vine, we are the branches, we cannot restore ourselves. അവൻ നമുക്കെല്ലാവർക്കും എല്ലാവരെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥമായ ഒരു ജീവിതം, ആത്മീയമായ ജീവിതം, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം എല്ലാവരും സ്വപ്നം കാണുന്ന, എല്ലാവരും ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു നല്ല കാര്യമാണ്. It is a wonderful thing that we all desire to have a prosperous, peaceful life. എന്നാൽ ദൈവമായ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, എന്നിലൂടെ അല്ലാതെ അത് നിങ്ങൾക്ക് ഒരിക്കലും പ്രാപ്യമാകുകയില്ല, അല്ലെങ്കിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. But our Lord is teaching us through the word that we cannot attain that without being in Him. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുഷ്ടന്റെ അധീനതയിൽ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോഴും എനിക്കും നിങ്ങൾക്ക് ഹല്ലേലൂയ ഒരു പ്രത്യാശയുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, നാം കർത്താവിനോടുകൂടെ വസിക്കുന്നുവെങ്കിൽ ഈ ദുഷ്ടലോകത്തിന്റെ മധ്യത്തിലും ഹല്ലേലൂയ സാത്താൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളുടെ മധ്യത്തിലും അതിന്റെ മധ്യത്തിലും എനിക്ക് നിങ്ങൾക്ക് ഹല്ലേലൂയ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് കൃപ തരും. But even in the midst of this wickedness, we have this hope that here is a God who will give us the grace to overcome that and lead a victorious life. അതായത് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, സ്റ്റേ കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും ആയിരിക്കുക എന്നുള്ളതാണ്. And therefore the first point is to stay connected, to have a relationship with God. ആമേൻ. കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ മുന്തിരി വള്ളിയായിരിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ട്, ഞാൻ നിങ്ങളെ പ്രത്യേകാൽ ഹാൻഡ് പിക്ക് ചെയ്തത് കൊണ്ട്, നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, നിങ്ങൾ ഞാനുമായി എപ്പോഴും ഒരു ബന്ധം പുലർത്തുന്നവരായിരിക്കണം. What God is saying is, I have chosen you, picked you and called you by name, and therefore we must constantly be in that relationship. ആമേൻ. ആമേൻ. നമുക്കറിയാം, ഒരു മുന്തിരിവള്ളിയോടുള്ളതായ ബന്ധത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വള്ളിയോട് ചേർന്ന് നിൽക്കുന്നതായ കൊമ്പ് എപ്പോൾ ആമേൻ അതിൻ്റെതായ ബന്ധം അറ്റുപോകുന്നുവോ, ആ അറ്റുപോകുന്നതായ സമയം തൊട്ട് അത് ഇല്ലാതായി തീരുവാൻ അതിൻ്റെതായ ആമേൻ പച്ചിപ്പ്, അതിൻ്റെ പുഷ്ടി, അതിൻ്റെതായ കാഴ്ചയുടെ ഭംഗിയെല്ലാം കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. If you observe the vine, when the branch is not connected or is rotting from the vine, you will see it loses its green, its ability to bear fruit, and it will lose that beauty it has. അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, വിത്തൗട്ട് കണക്ഷൻ ദ ബ്രാഞ്ച് ബിക്കം ഡ്രൈ ആൻഡ് ഫ്രൂട്ട്ലെസ്. ഹല്ലേലൂയ. ആ ബന്ധമില്ലാതെ നമ്മൾ ഉണങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ളതായ ഹല്ലേലൂയ ആമേൻ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം കഴിയാതെ വരും. And what it means is that without that connection, the branch becomes dry and fruitless, and we will not be able to bear the fruit that we desire to have. അത് മാത്രമല്ല, നമ്മുടെ കർത്താവിനെ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ ക്ഷീണിച്ച് തളർന്ന് വാടിപ്പോകുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. Without Christ, our spiritual life will become weak and tired, and it will not bear fruit. എത്ര പച്ചിപ്പുള്ളതായ, എത്ര പുഷ്ടിയോടുകൂടെ നിൽക്കുന്നതായ കൊമ്പായാലും അതിനെ മുറിച്ച് എടുത്തു മാറ്റിയാൽ അത്, അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലവർ ബേസിൽ വെച്ചിരിക്കുന്നതായ ഒരു ഫ്ലവർ തന്നെ എടുത്തു നോക്കിയാൽ അതിനെ വെള്ളമൊഴിക്കാതെ കൊണ്ടുവന്ന് അവിടെ എങ്ങനെ റൂമിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ പെട്ടെന്ന് വാടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. A branch, no matter how flourished it is, the moment it is cut, it loses, or a flower put in a vase that loses its beauty when there's no water in it. അതാണ് ഇവിടെ കർത്താവിടെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ഒരു കൂട്ടം തളർന്ന വിശ്വാസികളെ പണിക എന്നുള്ളതല്ല. ഹല്ലേലൂയ. ഒരു കൂട്ടം ജീവിക്കുന്ന വിശ്വാസികളെ, ഉണർവുള്ളതായ വിശ്വാസികളെ, തന്നോടൊപ്പം പാർക്കുവാൻ തക്കവണ്ണമുള്ളതായ വിശുദ്ധരായ ഒരു കൂട്ടത്തെ ഹല്ലേലൂയ അതായത് ഉടൽ, അതായത് അത് കൊണ്ടുവരുവാനായിട്ട്
ആയിട്ടാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. Jesus came into this world not only to just build the broken, but also to pull together those that will dwell with him. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൻ്റെതായ ഹല്ലേലൂയ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ, ആത്മീയമായ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് തന്നെ ആ ഗ്രാഫ് നിങ്ങളുടെ അതായത് മനസ്സിൽ വരച്ചിട്ട് ഈ വർഷത്തിൻ്റെതായ ആരംഭത്തിൽ നിന്ന് പുറകോട്ടാണ് പോയിരിക്കുന്നത് അതോ മുമ്പോട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളതിൻ്റെതായ വാസ്തവം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. If you take a look back at your life, even from the beginning of this year, and if you were to plot a graph, are you able to see, are you progressing or are you going down? ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഞാൻ എപ്പോഴും പറയാറുള്ളത് രണ്ട് ശക്തികൾ ഹല്ലേലൂയ ഈ ലോകത്തിലുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെതായ ശക്തി, മറ്റത് അന്ധകാരത്തിൻ്റെതായ ശക്തി. As I often say, there are two powers on this world. One is of the evil one of darkness and the other is God's power. ഞാനും നിങ്ങളും ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് വാടി തളർന്നു പോകുമ്പോൾ, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ അവൻ സന്തോഷിക്കുന്നത് ഹല്ലേലൂയ അന്ധകാരത്തിൻ്റെതായ ശക്തിയായിരിക്കും. ഹല്ലേലൂയ, എന്നാൽ എന്നെ നോക്കി നിങ്ങളെ നോക്കി ഹല്ലേലൂയ ദുഃഖിക്കുന്നത് നമ്മുടെ കർത്താവ് ലൈറ്റ് ഹല്ലേലൂയ അവൻ വെളിച്ചത്തിൻ്റെതായ ശക്തിയായിരിക്കും. When we lose our connection with God, when we depart from him, the evil one rejoices. At the same time, the God of light, he is disappointed and sad. അവർ ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമുക്ക് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഒന്ന് ആത്മീയമായി പിന്നെയും ഹല്ലേലൂയ കഴിഞ്ഞ ദിവസത്തെക്കാൾ നമ്മുടെ പ്രത്യാശ ഒന്ന് വർദ്ധിക്കുവാൻ, വിശ്വാസം ഒന്ന് വർദ്ധിക്കുവാൻ, പ്രാർത്ഥനാ ജീവിതം ഒന്ന് വർദ്ധിക്കുവാൻ, ഹല്ലേലൂയ വചന ധ്യാനം ഒന്ന് വർദ്ധിക്കുവാൻ, അത് വർദ്ധിച്ചിട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ളതായ ഒരു ഫ്ലോറിഷിംഗ്, ഒരു ഫലപുഷ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Can we submit ourselves to his hands and pray? Compared to the previous, let our faith, let our hope, let our prayer, let our meditation grow. ഹല്ലേലൂയ, നമുക്കറിയാമല്ലോ കൊമ്പ് അത് വള്ളിയോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ വള്ളിക്ക് എന്തൊക്കെ തരത്തിലുള്ളതായ പോഷകാംശം ലഭിക്കുന്നുവോ അതിൻ്റെതായ എല്ലാ അംശവും ഹല്ലേലൂയ ഈ കൊമ്പിന് ലഭിക്കും. If the branch remains in that vine, whatever nutrients that the vine gets, it will go to the branch as well. ഹല്ലേലൂയ, ഇത് ഭൂമിയുടെ അന്തർഭാഗത്തു നിന്ന് ഹല്ലേലൂയ ഈ വള്ളിക്ക് വേരുകൊണ്ട് കൊണ്ടുവരാവുന്നതായ എല്ലാ ഹല്ലേലൂയ അവസ്ഥകളും എല്ലാ നന്മകളും ഹല്ലേലൂയ അതിന്റെ ഒരു ഭാഗം ഹല്ലേലൂയ ഈ ബ്രാഞ്ചിന് ഉണ്ട് എന്നുള്ളതിന് ഒരു സംശയമില്ല. Whatever the root can take from the ground, there is no doubt a part of that is reserved to be sent to the branches. ദൈവജനമേ, നാം കർത്താവിനോടുകൂടെ ബന്ധപ്പെട്ടിരുന്നാൽ, ഹല്ലേലൂയ, ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, നാം കർത്താവിനോടുകൂടെ ബന്ധപ്പെട്ടിരുന്നാൽ സ്വർഗത്തിലെ സകലവിധ അനുഗ്രഹത്താലും നിറയ്ക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവവുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. Let me say this and I say again, if you remain connected with him, every heavenly blessing he promised will be for us. ഹല്ലേലൂയ, ഇതൊരിക്കലും എന്നിലും നിങ്ങളിലും ഉണ്ടാകരുത്. നാം എപ്പോഴും വാടി തളർന്ന് ക്ഷീണിച്ച് ഇല്ലാതായി പോകണമെന്നുള്ളതാണ് സാത്താന്റേതായ ചിന്ത, അവന്റേതായ ആഗ്രഹം. Satan desires that we are tired and we are lifeless, and he expects that. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ എന്നെ ഹല്ലേലൂയ നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കുമെന്നാണ് നമുക്ക് പറയപ്പെടുന്നത്. We read, if a man remains me and I in him, he will bear much fruit. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ഡിപ്പെൻഡ് ഡെയിലി, ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. കണക്റ്റഡ് മീൻസ് ഹല്ലേലൂയ ഡിപ്പെൻഡ് ഡെയിലി എന്നുള്ളതാണ്. The second point is to depend daily. ഹല്ലേലൂയ, ദൈവമായ കർത്താവ് പറയുകയാണ്, എന്നെ
വിട്ട് അല്ലെങ്കിൽ ഞാൻ കൂടാതെ എന്നെ കൂടാതെ ഹല്ലേലൂയ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ തക്കവണ്ണം കഴിയില്ല. And Jesus is saying, without me, you can do nothing. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹല്ലേലൂയ നമുക്ക് ഒരു ആത്മീയമായ ഉന്നമനം നമുക്ക് വേണമെങ്കിൽ, What that means is, if we need to have a spiritual prosperity, എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ കൊമ്പിനെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? what does God expect of us? What does God expect of these branches? അതിനോടുള്ള ബന്ധത്തിൽ ഞാനൊരു ഉദാഹരണം പറയാം. Let me share an illustration. ഞങ്ങൾ വീട് വാങ്ങിച്ചതായ സമയത്ത് വളരെ ആഗ്രഹത്തോടു കൂടെ ഞങ്ങളൊരു ആപ്പിൾ ട്രീ നട്ടു കേട്ടോ. At the time when Pastor bought the house, they planted an apple tree. ആപ്പിൾ ട്രീ നട്ടു. ആപ്പിൾ അത് വളർന്നു, അത് ഫലം കായ്ക്കുവാനൊക്കെ തുടങ്ങി. പക്ഷേങ്കിൽ ഫലം കായ്ക്കുന്നത് ആപ്പിൾ വരുന്നു ഒന്നും കഴിക്കാൻ കൊള്ളത്തില്ല. അത് മിക്കവാറും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. മിക്കവാറും അത് പുഴുവൊക്കെ കയറി നമുക്ക് കഴിക്കാൻ വയ്യാത്ത ഒരു മാറുന്നതായിട്ട് ഞങ്ങൾ ചില വർഷങ്ങൾ അത് കാണുവാൻ തക്കവണ്ണം ഇടയായി. So we observed the tree grow for many years. It bore fruit, but it was not an edible fruit. It was filled with rot and worms were eating it. അവസാനം എന്ത് ഭവിച്ചെന്നറിയാമോ ആപ്പിൾ ട്രീക്ക്? Do you know what happened to the apple tree? ഞങ്ങളത് വെട്ടിക്കളഞ്ഞു. We cut it and put it down. പ്രയോജനമില്ലാത്തതിനെ നമ്മുടെ നിലത്തിൽ വെച്ചുകൊണ്ട് അതിന് വെള്ളം കൊടുക്കുവാൻ, അതിന് വളം കൊടുക്കുവാൻ, അതിനെ പരിചരിക്കുവാൻ നമുക്ക് താല്പര്യമില്ല എങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ കാര്യം ഒന്ന് ഓർത്തേ. Imagine if we do not expect that to bear any fruit and it's wasted. Imagine what God expects of us. ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്നില്ല എങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നതായ നിലയിൽ ഹല്ലേലൂയ ആമേൻ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ ഇന്നും എന്നെ നിങ്ങളെ കർത്താവ് ബെയർ ചെയ്യുന്നുവെങ്കിൽ, സഫർ ചെയ്യുന്നുവെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ എന്നെ പോലെയല്ല, നിങ്ങളെ പോലെയല്ല നമ്മുടെ ദൈവം കരുണാസമ്പന്നനായതുകൊണ്ട്, കരുണയിൽ സമ്പന്നനായതുകൊണ്ട്, ആർദ്രവനായ ദൈവം ആയതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. But unlike us, he is a God who is merciful and he is suffering, and that is why we are able to be here in his presence today. എന്നാൽ ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, അങ്ങനെ ഒരു ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്വയത്തിൽ ആശ്രയം കളഞ്ഞിട്ട് നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കണം. And therefore, if we want to bear fruit the way God expects us, stop relying on yourself and depend upon him. ആമേൻ. ഓരോ ദിവസവും നമുക്ക് വേണ്ടുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഓരോ ദിവസവും വേണ്ടുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ഓരോ ദിവസവും നമുക്ക് വേണ്ടുന്നത് ദൈവത്തിൻ്റെതായ സഹായമാണ്. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് നമ്മുടെ ദൈവത്തെ നമ്മൾ ആശ്രയിക്കണം. Each day we need his help, we need his gifts, and therefore we must rely on him. നാം ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം ദൈവത്തിൻ്റെതായ വചനത്തെ ധ്യാനിക്കുമ്പോൾ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നാം ദൈവവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ, അങ്ങനെ തന്നെ നമ്മുടേതായ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഹല്ലേലൂയ അനേക ഫലങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. If we pray every day, if we meditate upon him, if we rely upon him, we will be able to produce spiritual fruits. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഷ്ടമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത നിലയിലുള്ളതായ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചേക്കാം. The word says there may be suffering, there may be evil that you did not desire that happened to you. എന്നാൽ നാം ദൈവത്തോട് കണക്ട് ചെയ്തവരായി, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി, ദൈവത്തോട് ബന്ധം പുലർത്തുന്നവരായി നമ്മുടെ ജീവിതത്തെ നാം നയിക്കുന്നുവെങ്കിൽ ഒരു പരീക്ഷ
ഒരു പരിശോധനയ്ക്ക് ഹല്ലേലൂയ നമ്മെ നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുവാൻ തക്കവണ്ണം കഴിയില്ല. If you rely on him, if you depend upon him, no trial, no temptation will be able to separate us from the love of God. ആമേൻ. എല്ലാം തിരിച്ചാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കണക്ട് ചെയ്ത് ജീവിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ലെങ്കിൽ ഈ ലോകത്തിലെ അല്ലെങ്കിൽ മരുഭൂമിയിലെ ഉഷ്ണക്കാറ്റ് തട്ടുമ്പോൾ, കാറ്റടിക്കുമ്പോൾ, തിരമാലകൾ വരുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഉണങ്ങിപ്പോകുവാൻ, പാറിപ്പോകുവാൻ, ഇല്ലാതായി പോകുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. Because if you do not rely upon him, when the storms hit you, when the desert heat hits you, you will falter and you will fail. ആമേൻ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്നതായ ദൈവവചനത്തോട് എനിക്ക് പറയുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, ഈ ലോകത്തിലെ ജീവിതം ഹല്ലേലൂയ വളരെ താൽക്കാലികമായ ഒരു ജീവിതം മാത്രമാണ്. ഹല്ലേലൂയ, നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ തക്കവണ്ണം നമ്മെ കൊണ്ടുവന്ന് ഒരു ട്രെയിനിങ് ക്യാമ്പ് പോലെയുള്ളതായ സ്ഥലമാണ് ഈ ലോക ജീവിതം. Our life on this earth is but for a short time. It is like a training ground. It is a preparation for the eternity. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, അല്പനേരത്തെ നമ്മുടെ നൈമേഷികമായ ഹല്ലേലൂയ ഉല്ലാസത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ഹല്ലേലൂയ നമ്മുടെ നിത്യമായ അനുഗ്രഹത്തെ ഒരിക്കലും ത്യജിച്ചു കളയാതിരിക്കുവാൻ, ഒരിക്കലും നിഗ്ലക്റ്റ് ചെയ്യാതിരിക്കുവാൻ ഹല്ലേലൂയ വളരെ പ്രാർത്ഥനയോട്, വളരെ ഹല്ലേലൂയ വാഞ്ചയോട് നമ്മുടെ ദൈവത്തെ നമുക്ക് സേവിക്കാം. Let us continue to serve him so that for short-lived joy, let us not neglect the eternal life that God is preparing for us. ആമേൻ. നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒരിക്കലും അത് വരണ്ടു പോകുവാൻ തക്കവണ്ണം ഇടയാകില്ല. If we depend upon him, we will not dry up. ആമേൻ. നമുക്ക് യെരമ്യാ പ്രവചനത്തിന്റെ കടന്നു വരുമ്പോൾ അവിടെ ഹല്ലേലൂയ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. 17-ാം അധ്യായം അതിന്റെ 7-ഉം 8-ഉം വാക്യം ഒന്ന് വായിക്കാമോ? ആ ആ ആമേൻ. Jeremiah chapter 17 verse 7 and 8. But blessed is the man who trusts in the Lord, whose confidence is in him. He'll be like a tree planted by the water that sends out its root by the streams. It does not fear when the heat comes. Its leaves are always green. It has no worries in a year of drought and never fails to bear fruit. ആമേൻ. അതാണ് ഇവിടെ പ്രത്യേകമായി ദൈവത്തിന്റെ വചനം പറയുന്നത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നത്, ആറ്റരികെ വേരിനിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ നല്ല പച്ചിപ്പ്, നല്ല ഫലപുഷ്ടി ഹല്ലേലൂയ ആ ജീവിതത്തിൽ നോക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയും. What that means is the blessed is the man who's like a tree planted by the water that sends its root by the streams. It will always flourish. It will always bear fruit. അവിടെ പറയുന്ന ഒരു പ്രത്യേകമായ ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഇല പച്ചയായിരിക്കുമെന്ന് മാത്രമല്ല, വരൾച്ചയുള്ള കാലത്തും എന്ന് പറഞ്ഞാൽ ഡ്രൈ സീസൺ, ഈ വരൾച്ചയുള്ളതായ കാലത്തും വാട്ടം തട്ടാതെ കായ്ച്ചു കൊണ്ടേയിരിക്കും. And there it says, its leaves are always green. It's not worried in the year of drought. It will never fail to bear fruit. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? What does that mean? വരൾച്ച എന്ന് പറയുമ്പോൾ, ഡ്രൗട്ട് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഒരിടത്തും വെള്ളമില്ല, ഒരിടത്തും പച്ചപ്പില്ല, ഒരിടത്തും ഫലപുഷ്ടിയില്ല, എല്ലാം തീർന്നു, എല്ലാം നശിച്ചു എന്ന് തോന്നിക്കുന്ന ഒരു സമയമാണ്. പക്ഷെങ്കിൽ നമ്മൾ ഒന്നിച്ച് ദൈവമായിട്ടുള്ളതായ നിലയിൽ ഹല്ലേലൂയ ബന്ധം പുലർത്തിയിരിക്കുന്നുവെങ്കിൽ ദൈവവചനം പറയുന്നത് ഹല്ലേലൂയ നീ വരൾച്ചയല്ല, നീ ഉയർച്ച പ്രാപിക്കും, നീ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും.
A drought season is where there is no water, there is no moisture. But the word says, if you depend upon Him, even in that season, you will not dry, but you will flourish. അതുകൊണ്ട് ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമേ, ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ എപ്പോഴും എന്നും ഹല്ലേലൂയ അവനെ തന്നെ ആശ്രയിക്കാം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആയിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. The word says, they that trust in the Lord shall be like Mount Zion, it will never be shaken. ഹല്ലേലൂയ. ഏതോ അവൻ ചലഞ്ചസ് വന്നാലും ഹല്ലേലൂയ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് പൽക്കാലം ദൈവവചനവുമായിട്ട് വേണം ഇവിടെ നിന്ന് നമുക്ക് ഹല്ലേലൂയ ഈ ഹോള് നമുക്ക് വിട്ട് ഈ ഒരാഴ്ച വട്ടക്കാലം ജീവിപ്പാൻ തക്കവണ്ണമുള്ളതായ കൃപയോട് നടന്നു പോകുവാൻ. May we leave this church this morning with the word, with that grace that He has promised here. ഇതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ താല്പര്യം. എന്ത് വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ മുറുകെ പിടിക്കും. Let this be the desire in our life. No matter what comes, I will rely and hold on tight. അവർ എത്ര വലിയ പ്രതിബന്ധം വന്നാലും ഹല്ലേലൂയ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. No matter how great a challenge, I will trust in Him. അവർ എത്ര രോഗം വന്നാലും ക്ഷീണം വന്നാലും നിരാശ വന്നാലും ഹല്ലേലൂയ ഞാൻ എൻ്റെ ദൈവത്തെ മുറുകെ പിടിക്കും. No matter the sickness, no matter the disappointment, I will hold Him tight. ഹല്ലേലൂയ. അവർ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വരൾച്ച പ്രാപിക്കുവാൻ തക്കവണ്ണം If ഇടയാകില്ല. that is there, we will never be in drought. അടുത്തതായിട്ട് നമുക്ക് ഓർക്കുവാൻ തക്കവണ്ണമുള്ളത് ഹല്ലേലൂയ ഒബേ ഫെയ്ത്ത്ഫുള്ളി. ഹല്ലേലൂയ അവൻ വിശ്വസ്തയോടുകൂടെ ദൈവത്തെ അനുസരിക്കുക, എപ്പോഴും അനുസരിക്കുക എന്നുള്ളതാണ്. And the third one is to obey at all times faithfully. അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് അറിയണമെങ്കിൽ ഞാൻ പറയുന്ന കൽപ്പനകൾ നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. Jesus said, if you want to be my disciples, you need to obey my commands. അപ്പോൾ നാം ദൈവത്തെ എത്ര പേര് ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട് ഇവിടെ? How many of you here this morning love our Lord? നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. We all love our Lord. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കേണ്ടവരുമാണ്. That means we all must keep and obey His commandments. ദൈവത്തെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് നാം ദൈവത്തെ സ്നേഹിക്കാതിരുന്നാൽ അവർക്ക് വേറൊരു പേരാ ഉള്ളത്. If we say we love God but do not love Him, they are called this way. അവരെ ദൈവവചനം പറയുന്നത് കള്ളന്മാർ, ഭോഷ്ക് പറയുന്നവർ, അവരിൽ സത്യമില്ല എന്നുള്ളതാണ് അവരെ കുറിച്ച് ദൈവവചനം പറയുന്നത്. The word characterizes such people as a thief and a liar, and there is no truth in them. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് എന്ന് നമ്മൾ നമ്മെ തന്നെ പ്രശംസിക്കുന്നവരെങ്കിൽ ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിരിക്കണം. If we say that we love God, we must be prepared to obey His commandments exactly. ഹല്ലേലൂയ. എന്താണ് എന്റേതായ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ദൈവത്തെ നാം അനുസരിച്ചാൽ നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെതായ സാമീപ്യം കൂടുതൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകും. What that means is if we obey His commandments, we will experience His close, intimate presence. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രിയിൽ ഞാൻ 10 കുഷ്ഠരോഗികളുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. The other night I spoke about the 10 lepers. 9 പേര് അതായത് സൗഖ്യം പ്രാപിച്ചിട്ട് 9 പേര് മടങ്ങി വന്നില്ല, ഒരുത്തൻ മാത്രം മടങ്ങി വന്നു. 9 of them all were healed, 9 did not come back, only 1 came back. 9 പേര് അനുഗ്രഹം പ്രാപിച്ചിട്ട് ഇത് ഹല്ലേലൂയ ഇത് എനിക്ക് കിട്ടിയ നന്മയാണ്, ഞാൻ ഇതിന് അർഹനാണെന്നുള്ളതായ നിലയിലായിരിക്കും അവർ പോയത്. The 9 experienced the healing. They must have thought, I am entitled to this, and they went away. എന്നാൽ ഒരുത്തൻ മാത്രം മടങ്ങി വന്നു. But one person came back. അവൻ മടങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ ആ കർത്താവ് അവനോട് പറഞ്ഞത് ഹല്ലേലൂയ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ വീണ്ടും പറഞ്ഞു വിടുന്നതായിട്ട് കാണുവാൻ കഴിയും. Jesus tells him, your faith has healed you, and sent him away. 9 പേര് സൗഖ്യമായി, എന്നാൽ ഒരു വ്യക്തി മാത്രം സൗഖ്യമാകുകയും രക്ഷിക്കപ്പെടുകയും ചെയ്തു. Although 9 were healed, this one person was healed but also
also saved. ദൈവമേ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുമ്പോൾ, ഹല്ലേലൂയ, നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ, നാം ദൈവമായ കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് നന്മ പ്രാപിക്കുക മാത്രമല്ല, നാം കർത്താവിനോട് അടുപ്പം കൂട്ടി, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ഓരോ ദിവസവും പടിപടിയായി ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണം കാരണമാകും. When we obey his commandments, when he blesses us, we live close to him, and each day we grow unto him, unto the Christ head. എന്നാൽ അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ സംഭവിക്കുന്നതാണ്, ഹല്ലേലൂയ, നമ്മുടെ ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തെ വിച്ഛേദിക്കുവാൻ, അത് ഇല്ലാതാക്കുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. But disobedience will destroy the relationship with God. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, അടുത്ത പോയിന്റിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ഹല്ലേലൂയ, ആ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും ഫലം കൊടുക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. The next point is that God expects that we all bear fruit. ആമേൻ. കർത്താവോട് പറഞ്ഞത്, ഹല്ലേലൂയ, ആമേൻ, എന്നിൽ വസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നവരായി തീരുമെന്നുള്ളതാണ്. ഇത് ദിവസങ്ങളിൽ കർത്താവേ, എനിക്ക് അങ്ങയുടേതായ സന്നിധിയിൽ അത് ചേർന്നിരുന്നു കൊണ്ട് ഫലം കായ്ക്കുവാൻ തക്കവണ്ണമുള്ള വാഞ്ചയുണ്ടെന്ന് എത്ര പേർക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും? The word says, if you remain in me, you will bear much fruit. How many of you here this morning have the desire that we'll dwell in him and we bear that fruit? എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തിൽ ജീവിച്ചിട്ട് ഡ്രൈ ആയിട്ട്, ഞാൻ നേരത്തെ ആപ്പിളിന്റെ ട്രീയുടെ കാര്യം പറഞ്ഞതുപോലെ പ്രയോജനമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്നവരായിട്ടല്ല, ഹല്ലേലൂയ, പ്രയോജനമുള്ളവരായി, യജമാനന് പ്രയോജനമുള്ളവരായി തീരുവാൻ, യജമാനന്, ഹല്ലേലൂയ, നമ്മെ കാണുമ്പോൾ നമ്മുടെ ഫലം കണ്ടിട്ട്, ഹല്ലേലൂയ, സന്തോഷിക്കുന്ന തരത്തിൽ ഫലം പുറപ്പെടുപ്പിക്കുന്നവരായി തീരുവാൻ ഇടയാകണം. God does not want us to be barren, but he wants us to be fruitful and bear much fruit. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, അവൻ കർത്താവ്, ഹല്ലേലൂയ, കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം, അത് മാത്രമല്ല, ഹല്ലേലൂയ, ആ ഫലം പുറപ്പെടുവിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെതായ ജനത്തെ, മറ്റ് ജനം, ലോകം പോലും മനസ്സിലാകത്തക്ക വിധത്തിൽ എന്റെയും നിങ്ങളുടെയും ഫലം, ഹല്ലേലൂയ, സഹായിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. God wants us to be not just useful to him, but others should be able to see, the world should see that we are bearing fruit for him. ആമേൻ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, അതുകൊണ്ട് ഇന്ന് പൽക്കാലം എന്തോ വന്നാലും, ഹല്ലേലൂയ, എനിക്ക് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണമുള്ളത്, ദൈവവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും വിട്ടുകളയരുത്. What I want to tell you is this: no matter what happens, do not break or sever your relationship with God. ആമേൻ. ഹല്ലേലൂയ, എന്തോ വന്നാലും, ഹല്ലേലൂയ, ഞാൻ ഓർക്കാറുണ്ട്, ഹല്ലേലൂയ, എത്ര ക്ഷീണമുണ്ടെങ്കിലും, എത്ര പ്രയാസമുണ്ടെങ്കിലും, ഹല്ലേലൂയ, ഒരു നേരത്തെ, ഒരു സമയത്തെ ഒരു ആരാധന മുടക്കി ഭവനത്തിൽ ഇരിക്കുവാൻ ഒട്ടും താല്പര്യമില്ലാത്ത പ്രിയപ്പെട്ടവരിവിടെ ഉണ്ട്. No matter how tired you are, no matter how sick you are, there are many of you who will make that effort to be in the presence നമ്മൾ of God. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സഭായുഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 6 ദിവസം കർത്താവിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി അവൻ അധ്വാനിക്കുകയും ദൈവം തന്ന ആരോഗ്യവും ബലവും ഒക്കെ ഉപയോഗിച്ചിട്ട്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പണിതിട്ട് ഒരു ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം കഴിയാതിരിക്കുന്നുവെങ്കിൽ നാം നന്ദി ഇല്ലാത്തവരാണ് എന്നുള്ള കാര്യം ലോകത്തെ നമ്മൾ അറിയിക്കുകയാണ്. No matter how tired you may be, 6 days you work, but dedicate 1 day for God, because if you do not do that, you are showing ingratitude to the world. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ മറുസൈഡിൽ നിന്നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, എത്ര രോഗമാണെങ്കിലും, എത്ര ക്ഷീണമാണെങ്കിലും ജോലിക്ക് കടന്നു പോകും. അല്പം ഒരു ചെറിയൊരു മൂക്കുപനി വന്നു കഴിഞ്ഞാൽ, ചെറിയൊരു കോൾഡ് വന്നു കഴിഞ്ഞാൽ, ഞായറാഴ്ചയല്ലേ ഇന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നവരും ഉണ്ട്. ഇവിടെ അല്ല, how sick we are, we will go to our work, but even if you get a small cold, you will say, oh, it's only Sunday, let me rest at home.
അവർക്ക് പറയുവാൻ തക്കമുള്ളതായ ന്യായം എന്തെന്നറിയാമോ? ഞാൻ അവിടെ പോകാതിരുന്ന ഞാൻ തന്നെ അത് അടുത്ത ദിവസം ചെയ്യണം, ഈ ജോലിയൊക്കെ ഞാൻ തന്നെ ചെയ്യണം. അവൻ ഇവിടെ ആരാധനയ്ക്ക് ഒരു ഞായറാഴ്ച വരാതിരുന്നാൽ ആ ആരാധന പിന്നെ കെട്ടിക്കിടക്കുകയല്ലോ. അവൻ എനിക്ക് എപ്പോഴും വേണേലും ആരാധിക്കാമല്ലോ. This is our excuse. If you do not go to work, we know the work piles on, but when we come to worship, it does not pile on and we just think it's okay. ദൈവജനമേ, എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞായറാഴ്ച അങ്ങ് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്നത് നാം ദൈവത്തിന് ഒരു ഉപഹാരം കൊടുക്കുകയല്ല, നമ്മുടെ ഉപഹാരം ചെയ്യുകയല്ല, ആത്മാർത്ഥമായി നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ, ആമേൻ, അത് സിൻസിയറായിട്ട് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളുടെ പ്ലാനുകളെ ദൈവം അനുഗ്രഹിക്കും, തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. As I said earlier, we are not coming here as a favor to God, but if you worship Him sincerely, He will bless you, He will bless your work, He will bless your generation. ഇന്ന് വൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമേ, അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ജീവിതത്തോട് തീരുമാനമെടുക്കാം. എന്തോ തന്നെ വന്നാലും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം ഞാൻ ഒരിക്കലും വിച്ഛേദിക്കുകയില്ല, നഷ്ടപ്പെടുത്തുകയില്ല. ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കും. Can we take a decision this morning? No matter what the circumstance, I will never break away my relationship with God. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കാം, കർത്താവിനോട് ചേർന്ന് നമുക്ക് പണിയപ്പെടാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വാക്ക്